ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡ് ആണോ അതുപോലെ തന്നെ നമ്മുടെ ലൂഫി ആണോ പവർഫുൾ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി നേരെ വിളിക്കുന്നു നോൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ ലൂഫിയുടെ ഫീഡ്സ് നോക്കാം. നമ്മുടെ ലൂഫിയുടെ ഫീഡ്സ് കണ്ടിട്ടുണ്ട്. നമ്മൾ വൺ പീസിൻ്റെ തുടക്കം മുതൽ ഇതുവരെ നമുക്കറിയാം ലൂഫി എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള തന്നെക്കാട്ടും പവർഫുൾ ആയിട്ടുള്ള എല്ലാ ഓപ്പണൻസിനെയും നമ്മുടെ ലൂഫി ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ബഗിയിൽ നിന്ന് നമ്മുടെ കായഡോ വരെ എത്തി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം കായഡോക്ക് എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ക്രീച്ചറാണ്. എന്നിട്ട് നമ്മുടെ ലൂഫി നമ്മുടെ കായഡോനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കായഡോനെ ഡിഫീറ്റ് ചെയ്യാൻ ഒരുപാട് പേര് നമ്മുടെ ലൂഫിനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കായഡോ നമ്മുടെ ലൂഫിനെക്കാട്ടും പവർഫുൾ ആണോ കായഡോ നമ്മുടെ ലൂഫിനെക്കാട്ടും വീക്കാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓടെ തന്നെ പറയുന്നുണ്ട് ഒരു 1v1 ഫൈറ്റ് ആണെങ്കിൽ ഓൾവേസ് ബെറ്റ് ഓൺ കായഡോ എന്ന്. അപ്പോൾ അതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ കായഡോ ആയിട്ട് നമ്മുടെ ലൂഫി ഒരു 1v1 ഫൈറ്റിലാണ് ഏർപ്പെട്ടിരുന്നത് ഉറപ്പായിട്ടും ഡിഫീറ്റ് ആകുക എന്നുള്ള കാര്യം. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കായഡോനെയും ലൂഫിനെയും കുറിച്ചല്ല, ബ്ലാക്ക് ബീഡിനെയും ലൂഫിനെയും കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ലൂഫി നമ്മുടെ കായഡോ ആയിട്ടുള്ള ഫൈറ്റിലാണ് തൻ്റെ പവർഫുൾ ഫോമായിട്ടുള്ള ഗിയർ 5 അച്ചീവ് ചെയ്യുന്നത്. ഈ ഫോം അച്ചീവ് ചെയ്തിട്ട് പലരും പറയുന്നുണ്ട് ലൂഫി ഇപ്പം നമ്മുടെ ബ്ലാക്ക് ബീഡിനെക്കാട്ടും പവർഫുൾ ആണെന്ന്. ഇപ്പോൾ ഗിയർ 5 മാത്രമല്ല നമ്മുടെ ലൂഫിക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് നമ്മുടെ ഒബ്സർവേഷൻ ഹാക്കി, അതുപോലെ തന്നെ എൻ്റെ കോൺഗ്രസ് ഹാക്കി, അതുപോലെ തന്നെ ആർമമെൻ്റ് ഹാക്കി, ഈ 3 ഹാക്കിയിൽ നമ്മുടെ ലൂഫി മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിക്ക് നമ്മുടെ ബ്ലാക്ക് ബീഡ് ആയിട്ടുള്ള ഫൈറ്റിൽ നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാകും. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ലൂഫി ഫൈറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് ചിന്തിക്കുന്നില്ല, തനിക്ക് തോന്നുന്നതാണോ അത് നമ്മുടെ ലൂഫിക്ക് നമ്മുടെ ഫൈറ്റിൻ്റെ ഇടയിൽ ചെയ്യും. പിന്നെ നമ്മുടെ ലൂഫിക്കുള്ള ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂഫിക്ക് നമ്മുടെ ഈ ഗിയർ 5 ഫോം അധികം നേരം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതായിരിക്കും നമ്മുടെ ലൂഫിക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഡ്രോബാക്ക് ഫൈറ്റിൽ. പിന്നെ നമ്മൾ ബ്ലാക്ക് ബീഡിനെ കുറിച്ച് നോക്കണം. നമുക്കറിയാം ബ്ലാക്ക് ബീഡ് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമ്മൾ വൺ പീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡ് ഇതുവരെ ഒരു നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റിൽ പോലും ഏർപ്പെടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആകെ ബ്ലാക്ക് ബീഡ് കാര്യത്തെ ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ലോ ആയിട്ട് മാത്രമാണ്. ഈ ഒരു ഫൈറ്റ് എന്നൊരു ഫെയർ ഫൈറ്റും ആയിരുന്നില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ ആദ്യം തൻ്റെ ക്രൂമേറ്റ്സ് സഹായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോവ ഹാൻകോക്കിനെ നമ്മുടെ ബ്ലാക്ക് ബീഡ് ക്യാപ്ചർ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് റെയിലിനെ കാണിച്ച് നമ്മുടെ ബ്ലാക്ക് ബീഡ് പേടിച്ചോടുന്നത്. പക്ഷേങ്കിൽ നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ബീഡ് എത്രമാത്രം ട്രിക്കി ആയിട്ടുള്ള ക്യാരക്ടറാണ്. കാരണം നമ്മുടെ ബ്ലാക്ക് ബീഡിന് അറിയായിരുന്നു അവിടെ നിന്ന് ആ ഫൈറ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകാൻ കാരണം. പിന്നെ നമ്മൾ റെയിൽവേയായിട്ട് ബ്ലാക്ക് ബീഡ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിന് അറിയാം നമ്മളെ ലോ ആയിട്ട് ഫൈറ്റ് ചെയ്ത് പോലെയൊന്നും ആയിരിക്കില്ല. നല്ല രീതിക്കുള്ള നഷ്ടം നമ്മളെ ബ്ലാക്ക് ബീഡിന് ഉണ്ടാകുന്നത് നമ്മുടെ ബ്ലാക്ക് ബീഡിന് അറിയാം. അതുകൊണ്ടായിരിക്കും നമ്മുടെ റെയിൽവേയായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ബ്ലാക്ക് ബീഡ് അവിടെ നിന്ന് പോയത്. പിന്നെ നമുക്കൊരു കാര്യമാണ്, നമ്മുടെ ബ്ലാക്ക് ബീഡിനെ കുറിച്ചുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മുടെ ബ്ലാക്ക് ബീഡിന് 3 സോൾസ് ഉണ്ടെന്നുള്ളത്. ഒരുപക്ഷെ ഈ 3 സോളുകളുടെയും പവർ ലെവലിൽ വളരെ വ്യത്യാസം ഉണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നത് ഈ ബ്ലാക്ക് ബീഡ് ഒരുപക്ഷെ നമ്മുടെ ഷാങ്ക്സിൻ്റെ മുഖത്ത് സ്കാർ കൊടുക്കുന്നില്ലേ, ആ ടൈമിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ബോഡിയിലുണ്ടായിരുന്ന സോൾ ഇതുവരെ നമ്മൾ സ്റ്റോറി കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇതുവരെ സ്റ്റോറി കണ്ടതൊക്കെ മറ്റ് 2 സോൾസ് ആയിരിക്കും. ഒരുപക്ഷെ ഈ 3ാമത്തെ സോളിൽ നമ്മൾ ഇതുവരെ നമ്മുടെ സ്റ്റോറിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. ഈ തിയറി സത്യമാണെങ്കിൽ ഒരുപക്ഷെ ഇത് അറിയാവുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ബ്ലാക്ക് ബീഡിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഷാങ്ക്സ് എപ്പോഴും നമ്മുടെ ബ്ലാക്ക് ബീഡിനെ തപ്പി നടക്കുകയാണ്. ഒരുപക്ഷെ ഇതിനുള്ള കാരണം ഇതായിരിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ഡെവിൽ ഫ്രൂട്ടിനെ കുറിച്ച് കൂടെ നോക്കാം. നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ കയ്യിൽ നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ഫ്രൂട്ടായ ട്രിമർ ഫ്രൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡാർക്ക് ഫ്രൂട്ടും ഉണ്ട്. നമുക്കറിയാം നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ഫ്രൂട്ട് വെച്ച് നമുക്ക് ഈ വേൾഡ് തന്നെ നമ്മളെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മുടെ സ്റ്റോറിയിൽ തന്നെ പറയുന്നത്. പിന്നെ നമ്മുടെ ഡാർക്ക് ഫ്രൂട്ട്, നമുക്കറിയാം നമ്മുടെ ഡാർക്ക് ഫ്രൂട്ടിൻ്റെ പവർ വെച്ച് നമുക്ക് മറ്റുള്ള ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവർ ഇല്ലാതാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മാത്രം മതി. ഇത്രയാണ് നമുക്ക് ബ്ലാക്ക് ബീഡിനെ കുറിച്ച് അറിയാവുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് ബീഡ് വേഴ്സസ് ലൂഫി നമ്മുടെ വിഷയത്തിലേക്കൊന്ന് കിടക്കാം. ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ലൂഫിക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ലൂഫിക്ക് അധികം നേരം തൻ്റെ വൈറ്റ് ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും പിന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ഡാർക്ക് ഫ്രൂട്ടാണ്. അപ്പോൾ ലൂഫി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്ലാക്ക് ബീഡ് നമ്മുടെ ലൂഫിനെ ടച്ച് ചെയ്ത് നോക്കണം. അങ്ങനെ ലൂഫിക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ ലൂഫിക്ക് വേണേൽ ഈ ഫൈറ്റ് ജയിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ലൂഫിക്ക് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ 3 സോളിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്ത് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ സ്റ്റോറി കണ്ടിട്ട് നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ 2 സോൾസിനെ വേണമെങ്കിൽ നമ്മുടെ ലൂഫിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. എന്നാൽ നമ്മൾ ഇതുവരെ കാണാത്ത നമ്മുടെ ഷാങ്ക്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത ആ സോൾ നമ്മുടെ ലൂഫിക്ക് ഒരുപക്ഷെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം നമ്മുടെ ബ്ലാക്ക് ബീഡിന് നമ്മുടെ ഷാങ്ക്സിൻ്റെ മുഖത്ത് ആ സ്കാർ വരുത്താൻ അപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സോൾ വളരെ പവർഫുൾ ആകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാങ്ക്സ് ഒരു ഡെവിൽ ഫ്രൂട്ട് യൂസർ അല്ല. അത് മാത്രമല്ലാതെ ബ്ലാക്ക് ബീഡിൻ്റെ കയ്യിലെങ്കിൽ അപ്പോൾ നമ്മുടെ ട്രിമർ ഫ്രൂട്ട് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബീഡ് ആകെ ഫൈറ്റ് ചെയ്യുന്നത് തൻ്റെ ഹാക്കിയും അതുപോലെ തന്നെ മറ്റേ ഡാർക്ക് ഫ്രൂട്ടും വെച്ച് മാത്രമാണ്. പക്ഷേ ഷാങ്ക്സ് വളരെ പവർഫുൾ ആയിരുന്നു. എന്നിട്ടും നമ്മുടെ ബ്ലാക്ക് ബീഡിന് നമ്മുടെ ഷാങ്ക്സിൻ്റെ മുഖത്തൊരു സ്കാർ വരുത്താൻ പറ്റി. ഷാങ്ക്സിനായിക്കോട്ടെ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഫൈറ്റിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ്. കാരണം നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ദേഹത്ത് ഒരു സ്കാർ പോലും ഇല്ല. അപ്പം നിങ്ങൾ നല്ലൊരു ചുക്ക് നമ്മുടെ ഷാങ്ക്സിൻ്റെ ദേഹത്ത് സ്കാർ വരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ദേഹത്ത് അങ്ങനത്തെ 3 സോൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മളെ ലൂഫിക്ക് ആ 3ാമത്തെ സോളിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇതാണ്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. എന്നാൽ നമുക്ക് വീഡിയോ എന്ന് അവസാനിപ്പിച്ചേക്കാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതിലേ ബൈ ബൈ.